Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോടികൾ ഒഴുക്കി കത്രിക വെച്ച് റിബൺ മുറിച്ചാൽ മാത്രം ടൂറിസം വളരില്ലെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ കാപ്പാട് പ്രവർത്തിച്ചിരുന്ന തണൽ ഇക്കോ പാർക്ക്. തുടക്കത്തിൽ ആനയും അമ്പാരിയുമായി വന്ന പദ്ധതി ഇന്ന് കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറുമ്പോൾ നഷ്ടം ജനങ്ങളുടെ നികുതി പണത്തിന് മാത്രമാണ്. ഈ വിഷ്വൽസ് കണ്ടില്ലേ? ഇത്രയും ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഈ സ്ഥലമാണ് പയ്യന്നൂർ കാപ്പാട് ബാക്ക് വാട്ടർ ടൂറിസം സെന്റർ. 2018 മെയ് 14 അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. പയ്യന്നൂർ MLA ആയി C. കൃഷ്ണൻ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ടൂറിസ്റ്റ് സെന്റർ നിലവിൽ വന്നത്. അതിനുശേഷം നേതൃത്വം മാറി വന്നെങ്കിൽ കൂടിയും ഈ ഒരു ടൂറിസ്റ്റ് സെന്ററിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്രയും ദയനീയമായ അവസ്ഥ. ഒരാളും തിരിഞ്ഞു പോലും നോക്കാതെ നാമാവശേഷമായി കിടക്കുകയാണ് ഈ ഒരു ടൂറിസ്റ്റ് സെന്റർ. പയ്യന്നൂരിനെ സംബന്ധിച്ച് ടൂറിസത്തിന് അത്രയും സാധ്യതയുള്ള ഒരു സെന്ററാണ് പയ്യന്നൂർ നഗരം എന്നത്. ആ ഒരു സ്ഥലത്താണ് ഇത്രയും ഒരുപാട് ആളുകൾ വന്നിരുന്ന ഈ ഒരു ടൂറിസ്റ്റ് സെന്റർ ഇന്ന് നാമാവശേഷമായി കിടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ MLA-യുടെയും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും പയ്യന്നൂർ നഗരസഭയുടെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പ്രത്യേക താൽപര്യപ്രകാരമാണ് പയ്യന്നൂർ കാപ്പാട് തണൽ ഇക്കോ പാർക്ക് എന്ന സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. അന്നത്തെ ടൂറിസം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വലിയ ആഘോഷങ്ങളോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർക്ക് ആദ്യകാലങ്ങളിൽ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലുള്ളവരുടെയും പ്രധാന സായാഹ്ന വിനോദ കേന്ദ്രമായിരുന്നു. കായൽക്കാറ്റേറ്റ് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനെത്തിയ സഞ്ചാരികളെ കൊണ്ട് കാപ്പാട് പ്രദേശം അക്ഷരാർത്ഥത്തിൽ സജീവമായിരുന്നു. എന്നാൽ ആവേശമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. പാർക്കിന്റെ നടത്തിപ്പിലും പരിപാലനത്തിലും അധികൃതർ കാണിച്ച അനാസ്ഥ ഇന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തെ ഒരു പ്രേതാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് കാപ്പാടിന് ലഭിക്കേണ്ട കരുതൽ എവിടെയോ പോയി മറഞ്ഞു. സ്വന്തം മണ്ഡലത്തിലെ ഇത്രയും വലിയൊരു ടൂറിസം സാധ്യതയെ വേണ്ടവിധം പരിഗണിക്കാൻ പിന്നീട് വന്ന ജനപ്രതിനിധിയും തയ്യാറായില്ല. പാർക്ക് നടത്തിപ്പ് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതോടെ കാര്യങ്ങൾ ഉഷാറാവുമെന്ന് കരുതിയവർക്ക് തെറ്റി. നടത്തിപ്പുകാർ കൈവിട്ടതോടെ കാപ്പാടിന്റെ തണൽ പൂർണ്ണമായും നിലച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി പണമാണ് ഇവിടെ മണ്ണടിഞ്ഞത്. ശരിയായ രീതിയിൽ നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ പയ്യന്നൂരിന്റെ ടൂറിസം ഭൂപടത്തിൽ തിളങ്ങി നിൽക്കേണ്ട ഒരിടമാണ് കാപ്പാട്. തണൽ ഇക്കോ പാർക്ക് എന്ന ബോർഡ് കണ്ട് പാർക്കിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് ഇപ്പോൾ സൗജന്യമായി അഡ്വഞ്ചർ ടൂറിസം അനുഭവിക്കാൻ പറ്റുന്ന അവസ്ഥയാണിപ്പോൾ ഇവിടെ. ഈ ഒരു ടൂറിസ്റ്റ് സെന്റർ മാത്രമല്ല, പയ്യന്നൂരിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സെന്ററുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇത്രയും അധികം വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള പയ്യന്നൂർ നഗരത്തിൽ ഇങ്ങനെ ഈ പാർക്ക് കിടക്കുന്നു എന്നത് തീർത്തും ലജ്ജാവഹം തന്നെയാണ്. അധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. അശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്തതിന് പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിനും അനുബന്ധ ആശുപത്രിക്കുമെതിരെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നടപടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സ്ഥാപനങ്ങളുടെ ഗുരുതരമായ വീഴ്ചകൾ പുറത്തുവന്നത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിന് 20,000 രൂപയും ആശുപത്രിക്ക് 5,000 രൂപയുമാണ് പിഴ ചുമത്തിയത്.
കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സ്ഥാപനങ്ങളുടെ ഗുരുതരമായ വീഴ്ചകൾ പുറത്തുവന്നത്. പരിശോധനയിൽ കോളേജ് പരിസരത്തെ ഇൻസിനേറ്ററിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി കണ്ടെത്തി. ലാബുകളിലും മിനി MCFിലും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ലേഡീസ് ഹോസ്റ്റലിലെ സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുകി പരിസരത്ത് മലിനജലം കെട്ടിനിൽക്കുന്നതായും രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതായും സ്ക്വാഡ് സ്ഥിരീകരിച്ചു. ഹോസ്റ്റൽ വളപ്പിൽ സെറാമിക് പൈപ്പ് വയറിംഗ് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ട നിലയിലുമാണുള്ളത്. കോളേജ് ടെറസിലും ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിലുമായി പഴയ ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കാലങ്ങളായി കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന ഇലക്ട്രോണിക്സ് ഫർണിച്ചർ മാലിന്യങ്ങൾ ഉടൻ തന്നെ ശാസ്ത്രീയമായി നീക്കം ചെയ്യാൻ സ്ക്വാഡ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഖരദ്രവ മാലിന്യങ്ങൾ സർക്കാർ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ സംസ്കരിക്കാവൂ എന്നും വീഴ്ച വരുത്തിയാൽ കർശന തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജ്യോതി VV എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. UDFിലെ സന്ദീപ് വാര്യരുടെ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന്റെ മറവിൽ തൃക്കരിപ്പൂർ തങ്കയത്തെ CPM ഓഫീസായ EK നായനാർ മന്ദിരത്തിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കക്കുന്നം തട്ടാർക്കടവ് റോഡിലുള്ള തങ്കയം CPM ഓഫീസിന് നേരെ രാത്രി പടക്കമെറിയുകയും ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. UDFിലെ ഒരു സംഘം നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ ടൗണിൽ LDF നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. LDF നേതാക്കളായ M രാമചന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ, PA റഹ്മാൻ, TV ബാലകൃഷ്ണൻ, M ഗംഗാധരൻ, P സനൽ, VV കൃഷ്ണൻ, C ബാലൻ, E ബാലകൃഷ്ണൻ, AG ബഷീർ, MP ബിജീഷ്, TP ഉഷ, MV യൂസഫ് അലി, VV സുരേഷൻ എന്നിവർ നേതൃത്വം നൽകി. അക്രമ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലത്തെ മണ്ണിൽ വിളഞ്ഞത് മരുഭൂമിയിലെ വിസ്മയം. അറേബ്യൻ നാടുകളിൽ മാത്രം വളരുന്ന ഈന്തപ്പഴം കുഞ്ഞിമംഗലത്തും സമൃദ്ധമായി വിളഞ്ഞിരിക്കുകയാണ്. കുതിരുമ്മലിലെ VN കുഞ്ഞിരാമന്റെ വീട്ടുവളപ്പിലാണ് 3 ഈന്തപ്പനകളിലായി ഈന്തപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രവാസ ലോകത്തിലെ മധുരമായ ഈന്തപ്പഴം ഇനി മലബാറുകാർക്കും സ്വന്തം. മലബാറുകാർക്ക് എന്ന് പറയുന്നതിനേക്കാൾ കുഞ്ഞിമംഗലത്തുകാർക്ക് സ്വന്തം എന്ന് വേണം പറയാൻ. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മാത്രം വളരുമെന്ന് കരുതിയ, ആ ഒരു കാലാവസ്ഥയിൽ മാത്രം വളരുമെന്ന് കരുതിയ ഈന്തപ്പഴം കുഞ്ഞിമംഗലത്തിൻ്റെ മണ്ണിലും ഉണ്ടായിരിക്കുകയാണ്. കുഞ്ഞിമംഗലത്തെ കുതിരുമ്മൽ എന്ന സ്ഥലത്തെ കുഞ്ഞിരാമേട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു മനോഹരമായ ഈന്തപ്പഴം വളർന്നിരിക്കുന്നത്. ഈ കാണുന്നത് അറബി നാട്ടിലെ ഈന്തപ്പന പാടമല്ല. ഇങ്ങ് കുഞ്ഞിമംഗലം ഗ്രാമത്തിൽ കുതിരുമ്മലിലെ കുഞ്ഞിരാമേട്ടൻ്റെ വീട്ടുമുറ്റത്തെ കാഴ്ചയാണ്. മരുഭൂമിയിൽ മാത്രമേ വിളയൂ എന്ന് കരുതിയിരുന്ന ഈന്തപ്പനകളാണ് ഇവിടെ സ്വർണ്ണവർണ്ണം ചൊരിഞ്ഞ് കുലച്ച് കായ്ച്ചു നിൽക്കുന്നത്. 2 വർഷം മുൻപ് നട്ട ഈന്തപ്പനകളിൽ കായ്കൾ സമൃദ്ധമായി തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട്. 6 പനകൾ നട്ടതിൽ 3 എണ്ണമാണ് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ വിളകൾക്ക് വെള്ളം ആവശ്യമില്ലെന്ന പൊതുധാരണയെ തിരുത്തി ദിനേന കൃത്യമായി നനച്ചും പരിപാലിച്ചുമാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. പഴുത്തു തുടങ്ങിയ ഈന്തപ്പഴങ്ങളുടെ ഈ അത്ഭുത കാഴ്ച കാണാൻ ഇപ്പോൾ എന്നും നാട്ടുകാരുടെ തിരക്കാണ് ഇവിടെ. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പുണ്ണാക്ക്, ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഇട്ടതാണ്. നനക്കും സ്ഥിരമായിട്ട്. ഈ ഒരു കുഞ്ഞിമംഗലം പ്രദേശത്ത് ആദ്യമായിട്ടായിരിക്കും ആദ്യം കുഞ്ഞിമംഗലം ഏരിയയിൽ ആദ്യം എനിക്ക് തോന്നുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് മരുപ്രദേശത്തിൽ വളരേണ്ട ഈന്തപ്പന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കായ്ഫലം തന്നതെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേരളത്തിലെ താപനിലയിലുണ്ടായ മാറ്റമാണ് ഈന്തപ്പനകൾ കായ്ക്കാൻ സാഹചര്യമൊരുക്കിയതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും അധ്വാനവും കൃത്യമായ പരിചരണവും ഉണ്ടെങ്കിൽ ഏതൊരു വിളയും നമ്മുടെ മണ്ണിലും സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് കുഞ്ഞിമംഗലത്തെ കുഞ്ഞിരാമേട്ടൻ. പരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പ്രചോദനമാണ് ഈ മധുര വിജയം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണപുരത്ത് സ്ഥാപിച്ച നാടൻ കലാഗ്രാമം കാടുകയറി നശിക്കുന്നു.
നാടൻ കലകളെ പരിപോഷിപ്പിക്കാൻ 10 വർഷം മുൻപ് സ്ഥാപിച്ച സ്ഥാപനം ഉദ്ദേശലക്ഷ്യത്തിൽ എത്തിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ. നാടൻ കലകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാവതരണം നടത്തുന്നതിനും വേണ്ടിയുമായി കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കണ്ണപുരം മൊട്ടമ്മൽ തൃക്കോത്തുള്ള സ്ഥലത്ത് നാടൻ കലാഗ്രാമം സ്ഥാപിച്ചത്. അന്നത്തെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ഇടപെടലും പ്രദേശത്തുകാരുടെ അഭ്യർത്ഥനയും മാനിച്ചാണ് നാടൻ കലാഗ്രാമം യാഥാർത്ഥ്യമായത്. കലാവതരണം നടത്തുന്നതിനായി സ്റ്റേജും ഗ്രീൻ റൂമും ഓഫീസുമെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു കെട്ടിടവും നിർമ്മിച്ചിരുന്നു. എന്നാൽ ഈ കെട്ടിടം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്നു. കലാകാരന്മാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇടക്കാലത്ത് നാടൻപാട്ട് ചെണ്ട പരിശീലനം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതല്ലാതെ മറ്റൊരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. പ്രദേശം ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്. നാടൻ കലാഗ്രാമം പദ്ധതി തന്നെ അവതാളത്തിലായി എന്ന് പറയാം. നാടൻ കലാഗ്രാമം ലക്ഷ്യത്തിലെത്തിക്കാൻ ആവശ്യമായ നടപടി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 10 വർഷം മുമ്പ് UDFന്റെ മന്ത്രിസഭ തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കണ്ണപുരത്തെ ഫോക്ലോർ ഗ്രാമം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 10 വർഷമായിട്ട് ഭൂരിഭാഗം അവസരങ്ങളിലും കാട് പിടിച്ച് നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ അത്യാവശ്യം എന്തോ ചെണ്ട പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിലുപരി പൂർണ്ണമായും എന്താണോ ഫോക്ലോർ ഗ്രാമം ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായ വീഴ്ചയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ മാറി വരുന്ന സാഹചര്യം ഉണ്ടായി. ഖജനാവിൻ്റെ കാര്യം നമുക്കറിയുന്ന കാര്യമാണ്. ഒട്ടനവധി കാര്യങ്ങൾ ദൂർത്ത് മാത്രം മുൻനിർത്തി മുന്നോട്ട് പോയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഖജനാവ് ഒന്ന് വൃത്തിയായി കുറച്ച് സാമ്പത്തിക സ്വരൂപണം നടത്തിയതിന് ശേഷം വളരെ ഭംഗിയായി ഫോക്ലോർ ഗ്രാമം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി UDF സർക്കാർ മുന്നോട്ട് വരുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ. നാടൻ കലകളെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് നൽകുന്നതിനും പ്രദേശത്തെ നാടൻ കലാകാരന്മാരുടെ ഉന്നമനത്തിനുമായി വിവിധ പദ്ധതികൾ ഉണ്ടാകണം. നാടൻ കലാഗ്രാമം എന്ന ആശയം പൂർണ്ണമായി നടപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേബിൾ TV ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA പതാക ദിനം ആചരിച്ചു. COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. കേബിൾ TV ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA പതാക ദിനം ആചരിച്ചു. COA സ്ഥാപക പ്രസിഡന്റ് NH അൻവറിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സംഘടന പതാക ദിനമായി ആചരിക്കുന്നത്. ചടങ്ങിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. മെയ് 7 NH അൻവറിന്റെ ദിനമായത് പതാക ദിനമായി കേരളത്തിൽ അങ്ങോളം ഉള്ള എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരും ആഘോഷിക്കുകയാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ KV രാജൻ, സഹദേവൻ, PP പ്രസാദ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തുടനീളം വിവിധ മേഖലകളിൽ സമാനമായ രീതിയിൽ പതാക ഉയർത്തലും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കനത്ത മഴയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ഏഴിലോട് SAT നഗറിലെ MP വിജയന്റെ വീടിന് മുകളിലാണ് മരം വീണത്. കനത്ത മഴയിൽ ഏഴിലോട് SAT നഗറിലെ MP വിജയന്റെ വീടിനു മുകളിൽ മരം കടപുഴകി വീണ വീടിന്റെ മേൽക്കൂര തകർന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം നടന്നത്. ശബ്ദം കേട്ടയുടൻ വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. വിവരമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം കയ്യേറി CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘം ബാങ്കിംഗ് സ്ഥാപനം ആരംഭിക്കുന്നതിനെതിരെ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വീണ്ടും രംഗത്ത്. കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നിയമവിരുദ്ധമാണെന്നും
ആശുപത്രി സൂപ്രണ്ട് എല്ലാ കയ്യേറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണെന്നും രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം കയ്യേറി CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘം ബാങ്കിംഗ് സ്ഥാപനം ആരംഭിക്കുന്നതിനെതിരെ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വീണ്ടും രംഗത്തിറങ്ങി. കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നിയമവിരുദ്ധമാണെന്നും ആശുപത്രി സൂപ്രണ്ട് എല്ലാ കയ്യേറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണെന്നും രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കേരള ഗാന്ധി K. കേളപ്പൻ ക്ഷയരോഗികളായ കുട്ടികൾക്കു വേണ്ടി തന്റെ സ്വത്തുവകകൾ വിൽപ്പന നടത്തി നിർമ്മിച്ചു നൽകിയ ചാച്ചാജി കെട്ടിടം നിയമം ലംഘിച്ച് CPM സൊസൈറ്റിക്ക് നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ടായിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ നിരവധി സമരങ്ങളും നടത്തിയിരുന്നു. ഇതിനിടയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഇതിനെതിരെ 2026 മാർച്ച് 17 രാജീവൻ കപ്പച്ചേരി ജില്ലാ കലക്ടർക്ക് രേഖാമൂലം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിർമ്മാണത്തിന് ഒത്താശ നൽകുകയായിരുന്നുവെന്ന് രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു. 2025 സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ പൊതുസ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളും ഒക്കെ തന്നെ ഏറ്റെടുക്കുന്ന അതിൻ്റെതായ പ്രൊസീജിയർ, ലേലം ഉൾപ്പെടെ, അതുപോലെ മത്സരാധിഷ്ഠിതമായ രീതിയിലല്ലാതെ സ്ഥലം കൊടുക്കാൻ പാടില്ല എന്നും അതുപോലെ കൊടുത്ത ഏക്കർ കണക്കിന് ഭൂമി റദ്ദാക്കുന്ന നടപടി 2005 സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വിശദമായ ഒരു പെറ്റീഷൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് മാർച്ച് 17 കൊടുത്തിരുന്നുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിന്റെ സ്വത്തുവകകൾ കൈമാറി നൽകാൻ നിയമം ഇല്ലെന്നിരിക്കെ നഗ്നമായ നിയമലംഘനം നടത്തി പൊതുസ്വത്ത് തട്ടിയെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇതിനെതിരെ നിയമപരമായും മറ്റു വിധത്തിലും ഇടപെടൽ നടത്തുമെന്നും രാജീവൻ കപ്പച്ചേരി അറിയിച്ചു. കോൺഗ്രസ് കടന്നപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇത്രമാത്രം ക്രൂരത അവർ 2026 NH അൻവർ മീഡിയ അവാർഡ് വിതരണം ചെയ്തു. കേബിൾ TV ചാനൽ വിഭാഗം മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടർക്കുള്ള അവാർഡ് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ റിപ്പോർട്ടർ സുധാ സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ വെച്ചാണ് അവാർഡ് വിതരണം നടന്നത്. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2026 NH അൻവർ മീഡിയ അവാർഡ് വിതരണം ചെയ്തു. കേബിൾ TV ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടർക്കുള്ള അവാർഡ് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ടർ സുധാ സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. നഷ്ടപ്രണയവുമായി ജീവിക്കുന്ന രാമന്തളിയിലെ നാടക നടൻ ശങ്കരൻകുട്ടിയെക്കുറിച്ച് വാലന്റൈൻസ് ഡേയിൽ ചെയ്ത ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടിനാണ് അവാർഡ് ലഭിച്ചത്. എറണാകുളത്ത് നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ വെച്ച് സുധാ സുരേന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി. കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ പാമ്പ്. കഴിഞ്ഞ ദിവസം രാവിലെ ഓഫീസ് തുറന്നപ്പോഴാണ് ജീവനക്കാർ പാമ്പിനെ കണ്ടത്. ഫ്രണ്ട് ഓഫീസിനകത്ത് കണ്ട പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാർ പാമ്പിനെ ചെറിയ പ്ലാസ്റ്റിക് റിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. പാമ്പിനെ കണ്ടയുടനെ ആദ്യം ജീവനക്കാർ ഒന്ന് ഞെട്ടി. പാമ്പ് ഏതാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പേടിച്ചു. പിന്നീടാണ് ഇത് ചേരയാണെന്ന് മനസ്സിലാക്കിയത്. കൂടാതെ പാമ്പ് ചെറിയൊരു റിങ്ങിൽ കുടുങ്ങിയ അവസ്ഥയിലുമായിരുന്നു. ജീവനക്കാർ ഉടൻ തന്നെ വനം വകുപ്പിൽ വിവരമറിയിക്കുകയും സർപ്പ വളണ്ടിയർ സുജീന്ദ്രൻ മട്ടമ്മൽ എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ശ്രദ്ധയോടെ റിങ് മുറിച്ചു മാറ്റുകയും റിങ് കുടുങ്ങിയ ഭാഗത്തുണ്ടായ മുറിവിൽ മരുന്ന് വെച്ച് ശുശ്രൂഷ ഉൾപ്പെടെ പാമ്പിന് നൽകുകയും ചെയ്തു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനോപ് കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം പാമ്പിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരത്ത് 2 പെട്ടിക്കടകൾക്ക് തീപിടിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 4:30ഓടെയാണ് സംഭവം. പയ്യന്നൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘം തീയണച്ചു. പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് സർവീസ് റോഡരികിലെ രാമചന്ദ്രൻ CV എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കടയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4:30ഓടുകൂടിയാണ് തീപിടിച്ചത്. ഉടൻ തന്നെ പരിയാരം പോലീസ് പയ്യന്നൂർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും 1 യൂണിറ്റ് ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തി തീയണയ്ക്കുകയുമായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സമീപത്തായുള്ള ലോട്ടറി വിൽപ്പന ബോക്സിനും കേടുപാട് പറ്റി. സീനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ N. മുരളിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരായ KV വിപിൻ,
ജിനോ ജോൺ, MS അഖിൽ, S ജിഷ്ണു എന്നിവർ ചേർന്നാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BC 500-ൽ ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നാണ് നിഗമനം. പുനംകൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു ഇവരുടെ ജീവിതമാർഗമെന്നും കരുതപ്പെടുന്നു. ഇതിന്റെ അവശേഷിക്കുന്ന തെളിവുകളും മാഞ്ഞുപോവുകയാണ്. BC 500ഓടുകൂടി ഇടനാടൻ ചെങ്കൽക്കുന്നുകളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നാണ് നിഗമനം. ചെങ്കൽപ്പാറകളിലെ ജലലഭ്യതയായിരുന്നു പ്രധാന ഘടകം. കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഇവിടെ ഇഷ്ടം പോലെ ജലമുണ്ടായിരുന്നു. കുന്നിൻ ചെരുവുകൾ വെട്ടിത്തെളിച്ച് പുനംകൃഷി ചെയ്തിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് പുനം കൃഷി തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. കന്നുകാലികൾക്ക് മേയാൻ പുല്ലുകളുടെ ധാരാളിത്തമുണ്ടായിരുന്ന പാറപ്പുറങ്ങൾ, കന്നുകാലികളെ മേയിച്ചിരുന്ന സമയത്ത് അവർ വരച്ച ചിത്രങ്ങൾ ചെങ്കൽപ്പാറകളിൽ ഇപ്പോഴും കാണാം. അവരുടെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കൂടക്കല്ലുകൾ അത്ഭുതമായി നൂറ്റാണ്ടുകൾ കടന്ന് ഇന്നും നിലനിൽക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിന്റെ അവശേഷിക്കുന്ന തെളിവുകളും പതിയെ പതിയെ മാഞ്ഞു പോവുകയോ മായ്ച്ചു കളയുകയോ ആണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 62 വർഷങ്ങൾക്കു ശേഷം കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടുത്തുംപടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കലവറ ഘോഷയാത്ര നടന്നു. മെയ് 7 മുതൽ 10 വരെയാണ് കളിയാട്ടം. ഓട്ടോറിക്ഷയിൽ നിന്നും കളഞ്ഞുകിട്ടിയ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് തിരികെ നൽകി മാതൃകയായി ഇരിണാവ് റോഡിലെ ഓട്ടോ ഡ്രൈവർ കുട്ടാടൻ പവിത്രൻ. കാസർഗോഡ് സ്വദേശിനി മൊഫീദയുടെ ബ്രേസ്ലെറ്റ് ആയിരുന്നു നഷ്ടമായത്. ഓട്ടോറിക്ഷയിൽ നിന്നും കളഞ്ഞുകിട്ടിയ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് തിരികെ നൽകി മാതൃകയായി ഇരിണാവ് റോഡിലെ ഓട്ടോ ഡ്രൈവർ കുട്ടാടൻ പവിത്രൻ. കാസർഗോഡ് സ്വദേശിനി മൊഫീദയുടെ ബ്രേസ്ലെറ്റ് ഇരിണാവ് റോഡിൽ നിന്നും ഇരിണാവ് ആണ്ടാങ്കോവൽ യാത്രക്കിടയിൽ ഓട്ടോയിൽ വീണത് മൊഫീദ അറിഞ്ഞിരുന്നില്ല. ഓട്ടോ തിരിച്ചുവരവെ സവാരിക്കായി ഓട്ടോയിൽ കയറിയ ആളാണ് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആഭരണം കിട്ടിയ വിവരം ഉടമസ്ഥയെ അറിയിക്കുകയും പിന്നീട് ഇരിണാവ് റോഡിൽ വെച്ച് ഉടമസ്ഥയ്ക്ക് കൈമാറുകയും ചെയ്തു. CITU ഏരിയ സെക്രട്ടറി PK സത്യനേശൻ, CITU ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി MV മധുസൂദനൻ, ഓട്ടോ ഡ്രൈവർമാരായ രവീന്ദ്രൻ, ശ്രീജിത്ത് കൊയക്കാട്ട്, ഗണേശൻ, രമേശൻ M, കരുണാകരൻ എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉത്സവത്തിമിർപ്പിൽ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ആരംഭിച്ചതോടെ നാനാദേശത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത്. ഉത്സവത്തിമിർപ്പിൽ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ആരംഭിച്ചതോടെ ദക്ഷിണ കർണാടകയിൽ നിന്നടക്കം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തങ്ങളുടെ ഇഷ്ടദൈവത്തെ കാണാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ നിറവിലാണ് ചീമേനി എന്ന ഉൾനാടൻ പട്ടണം. ആരൂഢ ദൈവമായ വിഷ്ണുമൂർത്തിയും ചാമുണ്ടിയുമാണ് ഇവിടുത്തെ പ്രധാന തെയ്യങ്ങൾ. എല്ലാ ദിവസവും ഈ ദൈവങ്ങളുടെ തോറ്റങ്ങളും തെയ്യങ്ങളും അരങ്ങിലെത്തും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവുമുണ്ട്. സമാപന ദിവസമായ
മെയ് 15 രാവിലെ 8 മണിക്ക് രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വേനലവധിക്കാലത്ത് വായനശാലകളിൽ വായനാക്കളരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് വിവിധയിടങ്ങളിൽ നടന്നുവരുന്നു. പരിയാരം KKN പരിയാരം സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പരിയാരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV പത്മലോചനൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വേനലവധിക്കാലത്ത് വായനശാലകളിൽ വായനാക്കളരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നു. ഏപ്രിൽ 20 മുതലാണ് ക്യാമ്പിന് തുടക്കമായത്. മെയ് 20 സമാപിക്കും. പരിയാരം KKN പരിയാരം സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാക്കളരി പരിയാരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV പത്മലോചനൻ ഉദ്ഘാടനം ചെയ്തു. നാടകപ്രവർത്തകനും നാടൻപാട്ടുകാരനുമായ സുധി നരിക്കോട് പാട്ടും കളികളും കൈകാര്യം ചെയ്തു. ഗൗരി പാർവതി അധ്യക്ഷയായി. മിഴിയസ് രഞ്ജിത്ത് നന്ദി പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് അഭിനയ ശില്പശാലയും കയ്യെഴുത്തു മാസിക പ്രകാശനവും സൂംബ ഡാൻസ് പരിശീലനവും നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കഥകളി അരങ്ങ് 28ാം വാർഷികാഘോഷം മെയ് 10 ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കഥകളി അരങ്ങ് 28ാം വാർഷികാഘോഷം മെയ് 10 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. രാവിലെ 9 മണിക്ക് ദീപപ്രോജ്വലനം, തുടർന്ന് ജോൺസൺ പുഞ്ചക്കാടും സംഘവും അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ, തുടർന്ന് സാംസ്കാരിക സമ്മേളനം. ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ, ഡോക്ടർ വി ബാലകൃഷ്ണൻ, ഡോക്ടർ NP വിജയകൃഷ്ണൻ, വിനോയ് മാത്യു, രാജ്മോഹൻ നീലേശ്വരം, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര താരം നിഖില വിമൽ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് കുറൂർ വാസുദേവൻ നമ്പൂതിരിക്ക് കലാമണ്ഡലം കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം സമർപ്പിക്കും. 4:30 മുതൽ കഥകളി, കഥ നളചരിതം 3ാം ദിവസം. TM ജയകൃഷ്ണൻ, DK സുരേഷ് ബാബു, A രജിത് കുമാർ, KM വിജയകുമാരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് തുടക്കമായി. 4 വർഷം ഇടവിട്ടാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്താറുള്ളത്. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മേലേരിക്ക് അഗ്നി പകർന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തീച്ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, പുതിയ ഭഗവതി, കുണ്ടൂർ ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പുലർച്ചെ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടക്കും. 4 വർഷം ഇടവിട്ടാണ് ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്താറുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രണ്ട് പതിറ്റാണ്ടായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന പടന്ന ഹിദായത്ത് സെന്ററിന്റെ 1 വർഷം നീളുന്ന 20ാം വാർഷികാഘോഷ പരിപാടികൾക്ക് മെയ് 8 തുടക്കം കുറിക്കും. പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ ജാഫർ ബാഖവി കണ്ണൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ നാടിന് മാതൃകയായ പടന്ന ഹിദായത്ത് സെന്റർ 20 വർഷമായി സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കാട്ടിയാണ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഭവന നിർമ്മാണത്തിലും പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള ധനസഹായം നൽകുന്നതിലും വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനും പ്രത്യേക വാർദ്ധക്യ വിധവ പെൻഷൻ പദ്ധതിയും സംഘടനയെ വേറിട്ട് നിർത്തുന്നു. ഹിദായത്ത് സെന്റർ 20ാം വാർഷികാഘോഷ പരിപാടികൾ മെയ് 8 വെള്ളിയാഴ്ച രാത്രി പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ ജാഫർ ബാഖവി കണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കഥാപ്രസംഗ രംഗത്തെ പ്രമുഖനായ സുബേർ തോട്ടിക്കലും സംഘവും കഥാപ്രസംഗം അവതരിപ്പിക്കും. മെയ് 9 രാത്രി സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മതപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LK ഷംസുദ്ദീൻ, KC ജാഫർ, LK ജലീൽ, KP മുഹമ്മദ്, KMC താജുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എടനാട് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2027 ജനുവരിയിൽ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ധനശേഖരണാർത്ഥം സാമ്പത്തിക സബ് കമ്മിറ്റി പുറത്തിറക്കുന്ന സമ്മാന കൂപ്പണിന്റെ
ഔപചാരികമായ ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. എടനാട് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2027 ജനുവരി 10 മുതൽ 13 വരെ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ധനശേഖരണാർത്ഥം സാമ്പത്തിക സബ് കമ്മിറ്റി പുറത്തിറക്കുന്ന സമ്മാന കൂപ്പണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. പെരിങ്കളിയാട്ട കമ്മിറ്റി ചെയർമാൻ തെക്കടവൻ ജനാർദ്ദനിൽ നിന്നും ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങിക്കൊണ്ട് പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് തേജ്രാജ് മല്ലർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാജു മുത്തത്യൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ അടുക്കാടൻ, വളപ്പൻ ബാലകൃഷ്ണൻ, എടിച്ചേരി സുരേഷ് കുമാർ, സുനിൽകുമാർ മുത്തത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം കാരണവന്മാർ, ആചാരക്കാർ, മഹോത്സവ കമ്മിറ്റി ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ക്ഷേത്രാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 20ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 1 മുതൽ നടന്നു വരികയാണ്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി 6ാം നാൾ രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശ്രീ കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷത്തോടും ബാലികമാരുടെ താലപ്പൊലിയോടെയും മുത്തുകുടകളെന്തിയ വനിതകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഭാഗവത വാചസ്പതി ബ്രഹ്മശ്രീ വാചാവാദ്യാർ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. കഥാഭാഗങ്ങൾ കേൾക്കാനും നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. സപ്താഹത്തിന് മെയ് 9 സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.